എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനഃസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എൻ ഷംസുദ്ദീൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. തുടർച്ചയായ 4ാം ജയമാണ്. അദ്ദേഹം മണ്ണാർക്കാടിനെ പ്രതിനിധീകരിച്ചാണ് നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൗമ്യമുഖം എന്ന രീതിയിൽ തന്നെ വിലയിരുത്തപ്പെടുന്ന നേതാവാണ് എൻ ഷംസുദ്ദീൻ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും തുടർച്ചയായി നിയമസഭയിലേക്ക് എത്തി ആ തരത്തിലേക്ക് പരിചയസമ്പന്നനാണ്. പക്ഷേ ഇതാദ്യമായി അദ്ദേഹം മന്ത്രിപദം അലങ്കരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ എപ്പോഴും സഭയിലൊരു സൗമ്യ സാന്നിധ്യമായി അദ്ദേഹം നിറയാറുണ്ട് നിയമസഭയിൽ എന്നതാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ഇപ്പോൾ ഒപ്പുവയ്ക്കുകയാണ്. അതിനുശേഷം ഗവർണറിൽ നിന്ന് പൂച്ചെണ്ട് സ്വീകരിക്കും. പിന്നീട് അടുത്ത ആളിലേക്ക് എന്ന തരത്തിലേക്ക് വളരെ വേഗം തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.